നമസ്കാരം. ഒരു കാര്യപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സാധനം ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ കുറച്ച് സീരിയസ് കാര്യമാണ്. ഒരു പാകിസ്ഥാനി നമ്പർ ഈ പറഞ്ഞ പോലെ ആപ്പിൽ നിന്ന് പൈസ എടുത്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നതാണ്. നമ്മളിപ്പോൾ ചില ആപ്പുകൾ നമ്മൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. അതിൽ ന്യൂഡ് ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 ന്യൂഡ് ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് സൈബർ സെല്ല്. പറയുമ്പോൾ ഗോ ഫാസ്റ്റ് എന്ന രീതിയിലാണ്. ഇതാണ് നമ്പർ. ഓക്കെ, ലോൺ ആപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്പർ. പാകിസ്ഥാനി നമ്പറാണ്. ഓക്കെ, ഇത് ആണ് പെണ്ണെന്ന് പറഞ്ഞിട്ടല്ല, എല്ലാവർക്കും ഇഷ്യൂ വരുന്നുണ്ട്. 2 മാസം മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതൊരു ഇഷ്യൂ ഉണ്ടായിരുന്നിട്ട് മോർഫ് ചെയ്ത് കുറേ ന്യൂഡ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലി കുറച്ച് പേർക്ക്. അപ്പോൾ സൈബറിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അന്നവർ പറഞ്ഞത് അവരെന്ത് പറഞ്ഞാലും കേൾക്കേണ്ട, നിങ്ങളതങ്ങനെ മെസ്സേജ് റീപ്ലൈ അയക്കാണ്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഫോട്ടോസ് കാര്യങ്ങൾ അവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈബറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം മെസ്സേജ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും സീൻ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും വിളിച്ചിട്ട് കൂടുതൽ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറച്ച് വെക്കരുത്. കാരണം അത് ഓപ്പണായിട്ട് പോലീസ് സ്റ്റേഷനിലോ സൈബറിലോ കാര്യം പറയുക. കാരണം ഇപ്പോൾ ഒരുപാട് അങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ആപ്പുകളിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.